ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ ഒന്നിനും ഒട്ടും സമയമില്ല. ജീവിത തിരക്കുകളിലും ബിസിനസ്സിൻ്റെ തിരക്കുകളിലും ഒക്കെ ഇങ്ങനെ ഓടി നടക്കണം. ഒട്ടും സമയമില്ല, ഒന്നിനും സമയമില്ല, ഭയങ്കര ബിസി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അയാൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഒന്ന് എന്താ ഒരു ആവശ്യത്തിന് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു തലയുറ്റി വീണതിനെ പിന്തുടർന്നു അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം അവിടെ ഡോക്ടർ കൺസൾട്ടിങ് കഴിഞ്ഞിട്ട് പറയുന്നു, എക്സ്റേ ECG ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറയുവാണ്, നാളെ മുതൽ നിങ്ങൾ സമയം കണ്ടെത്തി കൃത്യം 1 മണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് വാക്ക് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമാവും, നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നമാവും, പിന്നെ അത് ബ്ലോക്കാവും, പിന്നെ നിങ്ങളുടെ മരണം വരെ സംഭവിക്കാം. ഈ നല്ല തിരക്കേറിയൊരു മനുഷ്യനുണ്ടല്ലോ, ഒട്ടും സമയമില്ല, മാറ്റിവെക്കാനായിട്ട് ഒരു നിമിഷം പോലും അയാൾക്കില്ല. പക്ഷേ അയാൾ പ്രയോറിറ്റി കൊടുത്ത അയാളുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ അയാൾ അതിന് സമയം കണ്ടെത്തി. സ്ഥിരം അയാൾ ആ 1 മണിക്കൂർ നടക്കാനായിട്ട് അയാൾ യൂസ് ചെയ്യുകയില്ലേ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രയോറിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമ്മൾ പിന്നത്തേക്ക് വെക്കില്ല. അതൊരു മനുഷ്യനാവട്ടെ, ഒരു റിലേഷനാവട്ടെ, എന്തെങ്കിലും ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമാവട്ടെ, അവിടെ പ്രയോറിറ്റി വേണം. ആ പ്രയോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരക്ക് അഭിനയിച്ച് നമ്മൾ അങ്ങോട്ട് അത് മാറുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണോ പ്രയോറിറ്റി കൂടുതലുള്ളത് ആ ഒരു സാധനം ഒരിക്കലും നമ്മൾ മിസ് ചെയ്യില്ല. പക്ഷെ പ്രയോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കാരണം പറഞ്ഞും നമ്മൾ പിന്മാറുക തന്നെ ചെയ്യും. അപ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ചില്ലറക്കാരനല്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും, അതുപോലെ തന്നെ ബെല്ലൈക്കൺ വെക്കാനും, കമൻ്റ് ഇടാനും, ലൈക്ക് ചെയ്യാനും മറക്കരുത്.